സിറ്റി ഓഫ് ഡേവിഡിലെ ഗിവാത്തി പാർക്കിംഗ് ഏരിയയിൽ ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റിയും ടെൽ അവീവ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നടത്തിയ ഖനനത്തിലാണ് BC 586 ഒന്നാം ദേവാലയ കാലഘട്ടത്തിലെ ആദ്യ ജെറുസലേം ദേവാലയത്തിലെ മരത്തടികൾ കണ്ടെത്തിയത്. കാട്ട് അത്തിമരത്തിൽ തീർത്ത ഈ തടികൾ ദേവാലയ സമുച്ചയത്തിലെ മേൽക്കൂരയുടേതാണെന്നാണ് ഗവേഷകരുടെ അനുമാനം. ബാബിലോണിയൻ സൈന്യം ദേവാലയം അഗ്നിക്കിരയാക്കിയപ്പോൾ ഇവ നിലത്തേക്ക് പതിക്കുകയും ചുവരുകളിലെ പ്ലാസ്റ്ററിംഗ് ഉരുകിവീണ് തടികൾക്ക് മുകളിൽ ഒരു കവചം പോലെ മൂടപ്പെടുകയുമായിരുന്നു. ഇതുകാരണമാണ് അയണേജ് കാലഘട്ടത്തിലെ ഇത്രയും പഴയ മരത്തടികൾ നശിച്ചു പോകാതെ അവശേഷിച്ചതെന്ന് ഖനനത്തിന് നേതൃത്വം നൽകിയ എഫ്രാത്ത ബോച്ചർ വ്യക്തമാക്കി. മരത്തടികളിലെ വളർച്ചാ വളയങ്ങൾ റേഡിയോ കാർബൺ ഡേറ്റിംഗ് വഴി കൂടുതൽ കൃത്യതയോടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഗവേഷകരെ സഹായിക്കും. മുൻപ് നൂറുകണക്കിന് വർഷങ്ങളുടെ വ്യത്യാസത്തിൽ മാത്രം കണക്കാക്കിയിരുന്ന കാലപ്പഴക്കം റേഡിയോ കാർബൺ ഡേറ്റിംഗ് വഴി 10 വർഷത്തെ വരെ കൃത്യമായ കണക്കിലേക്ക് ഗവേഷകരെ എത്തിക്കാൻ കഴിയുമെന്ന് വികിരണ ശാസ്ത്രജ്ഞയായ ജോഹന്ന റെഗേവ് പറഞ്ഞു. ദേവാലയത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ ഇസ്രായേലിയർ ചരിത്ര ദുരന്തത്തിന്റെ ഓർമ്മ നിലനിർത്താൻ ദേവാലയ അവശിഷ്ടങ്ങൾ അതേപടി നിലനിർത്തി അതിനു മുകളിൽ പുതിയ നിർമ്മാണങ്ങൾ നടത്തുകയായിരുന്നുവെന്ന് പുരാവസ്തു ഗവേഷകനായ ഇഫ്താഹ് ഷാലേവ് വ്യക്തമാക്കി. സോളമൻ രാജാവ് നിർമ്മിച്ച ഒന്നാം ജെറുസലേം ദേവാലയവും റോമാക്കാർ തകർത്ത രണ്ടാം ദേവാലയവും അനുസ്മരിക്കുന്ന തിശാബൌവ് ദിനത്തിന് മുൻപുള്ള ഈ കണ്ടെത്തൽ വലിയ ചരിത്ര പ്രാധാന്യമാണ് കൈവരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖൈന ന്യൂസ്.